ചില രാത്രികളിൽ ഈ ലോകമെങ്ങും നിശബ്ദതയിലേക്ക് വഴിമാറുമ്പോൾ നമ്മൾ കൺതുറന്ന് ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഭാരമേറിയ ഒരു ചോദ്യം ഉയർന്നുവരും. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഇത്രയധികം ശൂന്യമാകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം അസ്വസ്ഥനാകുന്നത്? ചുറ്റും സ്നേഹിക്കാൻ ആളുകളുണ്ടാകാം, ജീവിക്കാൻ വലിയ പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലായിരിക്കാം. എങ്കിലും നെഞ്ചിന്റെ ഏതോ ഒരു കോണിൽ ഒരു വല്ലാത്ത ശൂന്യത നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും. ഈ ഭൂമിയിലെ ഭൂരിഭാഗം മനുഷ്യരും ഒരിക്കലെങ്കിലും അനുഭവിച്ചു തീർക്കുന്ന ഒരു നരകമാണിത്. നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. നമ്മെ മുറിവേൽപ്പിച്ചവർ, കൂടെയുണ്ടായിട്ടും മനസ്സിലാക്കാത്തവർ, പാതിവഴിയിൽ നമ്മെ ഒറ്റപ്പെടുത്തിയവർ, അങ്ങനെ ആ പട്ടിക നീളുന്നു. എന്നാൽ ഇതിന് പിന്നിലെ ക്രൂരമായ മനഃശാസ്ത്രം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന ഈ മാനസിക തളർച്ചകൾക്കും കണ്ണീരിനും കാരണം പുറമേയുള്ള ലോകമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സ് നമുക്കായി ഒരുക്കുന്ന ചില ചതിക്കുഴികളാണ്. ഈ കെണികളെ തിരിച്ചറിഞ്ഞ് തച്ചുടയ്ക്കാത്തിടത്തോളം കാലം ആത്മാർത്ഥമായ ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെയാണ് ബുദ്ധന്റെ ആഴമേറിയ ഒരു ദർശനം പ്രസക്തമാകുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ കാരണം ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് ആ സാഹചര്യങ്ങളെ അവൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണെന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ നമ്മോട് ദയവോടെ പെരുമാറണം, നമ്മെ എപ്പോഴും നെഞ്ചോട് ചേർക്കണം, നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കണം എന്നൊക്കെ നമ്മൾ മോഹിക്കുന്നു. സത്യത്തിൽ ഈ അനാവശ്യ പ്രതീക്ഷകളാണ് നമ്മുടെ സമാധാനം കെടുത്തുന്ന ആദ്യത്തെ വില്ലൻ. നമ്മളൊരു വ്യക്തിയെ അമിതമായി ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലാണ് അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവർ വിചാരിച്ചാൽ നമ്മളെ ചിരിപ്പിക്കാം, അവർ വിചാരിച്ചാൽ നമ്മളെ ചവിട്ടിമെതിക്കാം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം പണയപ്പെടുകയാണ്. ഇതിലും വലിയൊരു മാനസിക അടിമത്തം വേറെ എന്തുണ്ട്? ഈ അവസ്ഥയ്ക്ക് പിന്നിൽ കഠിനമായ ഒരു മനഃശാസ്ത്ര സത്യമുണ്ട്. നമ്മൾ നഷ്ടപ്പെടുമെന്നോർത്ത് ഭയപ്പെടുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മുടേതായിരുന്നില്ല. നമ്മളൊരു മനുഷ്യനെയോ ഒരു സാഹചര്യത്തെയോ അമിതമായി മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ജന്മമെടുക്കുന്നത് ഒരു വല്ലാത്ത ഭയമാണ്. ഇവരെന്നെ വിട്ടുപോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന ആ ഒരു ചിന്ത സാവധാനം നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ കാർന്നു തിന്നാൻ തുടങ്ങും. ഈ ഭയമാണ് പിന്നീട് അമിതമായ ചിന്തകളായി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ന മാനസിക വിപത്തായി മാറുന്നത്. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട് നമ്മൾ കാടുകയറി ചിന്തിക്കുന്നത് നഷ്ടപ്പെടുമെന്ന ഈ ഭയം നിസ്സഹായമായി നമ്മെ വേട്ടയാടുന്നതുകൊണ്ടാണ്. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ 90% യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തവയായിരിക്കും. എങ്കിലും നമ്മുടെ മനസ്സ് നമ്മളെ നിരന്തരം പേടിപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എവിടെയാണെന്നറിയാമോ? അവർ സ്വന്തം ആത്മശാന്തിയേക്കാൾ കൂടുതൽ വില കൊടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ സാന്നിധ്യത്തിനുമാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന ഈ ഒറ്റ ചിന്ത മതി ഒരു മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ. ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റു പറ്റിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ നിഷ്കരുണം വിമർശിച്ചാൽ അതിനെക്കുറിച്ച് ദിവസങ്ങളോളം ആലോചിച്ച് നമ്മൾ നമ്മുടെ ഊർജ്ജം മുഴുവൻ വെറുതെ കളയുന്നു. ഇത്തരത്തിൽ ചിന്തിച്ച് നമ്മൾ മാനസികമായി പൂർണ്ണമായും തളർന്നു പോകുന്നു. ഒടുവിൽ ഈ മാനസിക ക്ഷീണം നമ്മുടെ ശരീരത്തെയും രോഗാവസ്ഥയിലേക്ക് തള്ളിവിടും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ചില മനുഷ്യർ ഏത് കൊടുങ്കാറ്റിലും എങ്ങനെയാണ് ഇത്രയും ശാന്തരായിരിക്കുന്നതെന്ന്? അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല അത്, മറിച്ച് ഒരു കയ്പുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ജീവിതത്തിൽ എന്തിനെയാണോ നമ്മൾ അമിതമായി മുറുകെ പിടിക്കുന്നത് അത് നമ്മെ അത്രത്തോളം വേദനിപ്പിക്കും എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. കലങ്ങിയ വെള്ളത്തിൽ കൈകളിട്ട് അടിച്ചുകൊണ്ടിരുന്നാൽ വെള്ളം വീണ്ടും കലങ്ങുകയുള്ളൂ. എന്നാൽ കൈകൾ അനക്കാതെ ശാന്തമായി വയ്ക്കുക, വെള്ളത്തിലെ അഴുക്കുകളെല്ലാം തനിയെ താഴേക്കടിഞ്ഞ് ആ വെള്ളം തെളിഞ്ഞു വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അനാവശ്യ ചിന്തകൾ കൊണ്ട് അതിനെ ഇളക്കിമറിക്കാതിരുന്നാൽ അത് സ്വയം ശാന്തമാകാൻ തുടങ്ങും. ആ ശാന്തതയിലേക്കും തിരിച്ചറിവിലേക്കുമുള്ള യാത്രയാണ് ഇനി നമ്മൾ തുടങ്ങേണ്ടത്. നമ്മുടെ മനസ്സമാധാനം കെടുത്തിക്കളയുന്ന, നമ്മൾ പോലുമറിയാതെ നമുക്ക് ചുറ്റും വലവിരിക്കുന്ന രണ്ടാമത്തെ വലിയ കെണി എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ അഹംഭാവം അഥവാ ഈഗോ തന്നെയാണ്. ഈഗോ എന്ന് കേൾക്കുമ്പോൾ വലിയ അഹങ്കാരമോ ധിക്കാരമോ ഒക്കെയാണ് പലരുടെയും ഓർമ്മയിൽ വരിക. എന്നാൽ മനഃശാസ്ത്രപരമായി നോക്കിയാൽ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മവും അപകടകരവുമായ ഒരു അവസ്ഥയാണിത്. മറ്റുള്ളവരെല്ലാം എന്നെ ബഹുമാനിക്കണം, ഞാൻ പറയുന്നത് മാത്രം എല്ലാവരും അനുസരിക്കണം, എന്തു വന്നാലും എൻ്റെ ഭാഗം മാത്രമായിരിക്കണം ശരി എന്നൊക്കെയുള്ള ചിന്തകൾ ഈഗോയുടെ വികൃത മുഖങ്ങളാണ്. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മൾ പിടിവാശി കാണിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അട്ടഹസിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഈഗോയാണ്. ഈയൊരു വാശി പലപ്പോഴും ജീവന് തുല്യം സ്നേഹിച്ച ബന്ധങ്ങളെപ്പോലും നിമിഷനേരം കൊണ്ട് തച്ചുതകർക്കുകയും ഒടുവിൽ ഹൃദയം നുറുങ്ങുന്ന മാനസിക സങ്കടങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുകയും ചെയ്യും. ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും ആവർത്തിച്ചു പറയാറുള്ള ഒരു വലിയ സത്യമുണ്ട്. നിങ്ങളെ വാനോളം പുകഴ്ത്തുന്നവരുടെ വാക്കുകളിലും നിങ്ങളെ ചവിട്ടിമതിക്കുന്നവരുടെ നിന്ദാവചനങ്ങളിലും ഒരേപോലെ ശാന്തത പാലിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം അമിതമായ പ്രശംസ നിങ്ങളെ അഹങ്കാരിയാക്കി മാറ്റുമ്പോൾ ക്രൂരമായ നിന്ദ നിങ്ങളെ മാനസികമായി തളർത്തിക്കളയും.
ഈ രണ്ട് അവസ്ഥകളും നിങ്ങളുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥയെയാണ് തകിടം മറിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ വാലിഡേഷന് അഥവാ അംഗീകാരങ്ങൾക്ക് വേണ്ടിയാണ്. 4 പേർ നമ്മളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതേ ആളുകൾ തന്നെ നമ്മളെ തള്ളിപ്പറയുമ്പോൾ നമ്മൾ തകർന്നു തരിപ്പണമാകും. അതിനർത്ഥം എന്താണ്? നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പണയം വെച്ചിരിക്കുകയാണ്. എത്രത്തോളം ഭയാനകവും ദയനീയവുമായ ഒരു അവസ്ഥയാണിതെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇരന്നു വാങ്ങാൻ ശ്രമിക്കുന്ന ആ സ്നേഹവും പരിഗണനയുമെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാതെ നമ്മൾ പുറമേയുള്ള ലോകത്തിൽ അതിനായി അലഞ്ഞുതിരിയുന്നു. കസ്തൂരിമാനിന്റെ ഉള്ളിൽ തന്നെയാണ് സുഗന്ധമുള്ള കസ്തൂരിയുള്ളത്. എന്നാൽ ആ ദിവ്യസുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാതെ ആ പാവം മൃഗം കാടുമുഴുവൻ ഭ്രാന്തമായി ഓടിനടക്കും. മനുഷ്യന്റെ അവസ്ഥയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. സ്വന്തം ഉള്ളിലെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടം തിരിച്ചറിയാതെ അവനത് പുറമേയുള്ള മനുഷ്യരിലും വസ്തുക്കളിലും തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ പ്രതീക്ഷിച്ചതൊന്നും കിട്ടാതെ വരുമ്പോൾ നിരാശയും കടുത്ത സങ്കടവും മാത്രമായിരിക്കും അവന് ബാക്കിയാവുക. ഈ ക്രൂരമായ നിരാശയിൽ നിന്നാണ് പലരും വ്യക്തിജീവിതത്തിൽ കടുത്ത ഒറ്റപ്പെടലിലേക്ക് അല്ലെങ്കിൽ ലോൺലിനെസ്സിലേക്ക് വീണുപോകുന്നത്. എന്നാൽ ഓർക്കുക, ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു ശാപമോ ശിക്ഷയോ അല്ല, മറിച്ച് നമ്മളെ തന്നെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. നമ്മൾ ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവരിലാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ പൂർണ്ണമായും ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ തിരിയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് മറ്റാരെയുമല്ല, സ്വയം തിരിച്ചറിയുക എന്നത് മാത്രമാണ്. സെൽഫ് അവെയർനെസ് അഥവാ ഈ സ്വയം തിരിച്ചറിവുണ്ടാകുന്നത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിന്റെ നിശബ്ദ നിമിഷങ്ങളിലാണ്. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് ചിന്തകളെയും ചോദ്യങ്ങളെയും പുറത്തേക്ക് വിടും. ആ ചിന്തകളെ കണ്ട് ഭയന്നോടാതെ ഒരു നിഷ്പക്ഷനായ സാക്ഷിയെപ്പോലെ അകന്നുനിന്ന് അവയെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. ചില മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ താങ്ങാനാവാത്ത വലിയ സങ്കടങ്ങളും ആഘാതങ്ങളും അനുഭവിച്ചതിനു ശേഷം അവർ കരിയറിലും ജീവിതത്തിലും വലിയ രീതിയിൽ മാറാറുണ്ട്. അവർ പഴയതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. പ്രതിസന്ധികളെ വളരെ ശാന്തമായി നേരിടും. ആരുമായും അനാവശ്യമായ തർക്കങ്ങൾക്കോ യുദ്ധങ്ങൾക്കോ അവർ നിൽക്കില്ല. ഇതിന് കാരണം ജീവിതം അവരെ അത്രമേൽ കഠിനമായ പാഠങ്ങൾ പഠിപ്പിച്ചു എന്നത് തന്നെയാണ്. മനുഷ്യരിലുള്ള അമിതമായ അടുപ്പവും പ്രതീക്ഷകളും ഒടുവിൽ കഠിനമായ വേദന മാത്രമേ സമ്മാനിക്കൂ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈയൊരു മാനസിക വളർച്ചയെയാണ് നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി അഥവാ വൈകാരിക പക്വത എന്ന് വിളിക്കുന്നത്. ഈയൊരു പക്വതയിലേക്കൊരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവൻ തന്റെ ആത്മശാന്തിക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ഒന്നാമത്തെ മുൻഗണന നൽകുന്നത്. അതിനുശേഷം അവനെ തളർത്താനോ മാനസികമായി തകർക്കാനോ ഈ ലോകത്തിലെ ഒരു സാഹചര്യത്തിനും ഒരു മനുഷ്യനും കഴിയില്ല. മനസ്സിനെ ശാന്തമാക്കാനും പ്രകോപനങ്ങളുടെ മുൻപിൽ പതറാതെ നിൽക്കാനും മനുഷ്യന് പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മാരകമായ ആയുധം എന്താണെന്നറിയാമോ? അതിന്റെ ഒരേയൊരു ഉത്തരം നിശബ്ദത അഥവാ സൈലൻസ് എന്നത് മാത്രമാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ്. ആരെങ്കിലും നമ്മളെ ഒന്ന് കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ആക്ഷേപിച്ചാൽ അതിനപ്പോൾ തന്നെ മറുപടി കൊടുക്കാൻ നമ്മുടെ ചോര തിളയ്ക്കും. സ്വന്തം ഭാഗം ന്യായീകരിക്കാനും ഞാൻ തന്നെയാണ് ശരിയെന്ന് സ്ഥാപിക്കാനും വേണ്ടി നമ്മൾ വാക്കുകൾ വാരിയെറിയും. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ അനാവശ്യമായി പ്രതികരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ആത്മശക്തിയും ഊർജവുമാണ് മിണ്ടാതിരിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നത്. ഇവിടെ നിശബ്ദത എന്ന് പറയുന്നത് ഒളിച്ചോടലോ ഭീരുത്വമോ തോറ്റുകൊടുക്കലോ അല്ല, മറിച്ച് അർത്ഥശൂന്യമായ തർക്കങ്ങളിൽ നിന്നും മറ്റുള്ളവർ പുറന്തള്ളുന്ന വിഷലിപ്തമായ നെഗറ്റീവ് ഊർജത്തിൽ നിന്നും നമ്മുടെ ആത്മശാന്തിയെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രതിരോധ കവചമാണത്. ബുദ്ധൻ തന്റെ അനുയായികളെ പഠിപ്പിച്ച കനപ്പെട്ട ഒരു പാഠമുണ്ട്. നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ആ നിശബ്ദതയേക്കാൾ മനോഹരമാണെങ്കിൽ മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം നമ്മൾ ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ പ്രാണോർജമാണ് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത്. അനാവശ്യമായ വാഗ്വാദങ്ങളും ദേഷ്യവുമെല്ലാം നമ്മുടെ ആത്മീയവും മാനസികവുമായ ഊർജത്തെ പൂർണ്ണമായും ചോർത്തിക്കളയും. കടുത്ത ഒരു തർക്കത്തിന് ശേഷം കടുത്ത മാനസിക ക്ഷീണവും ശൂന്യതയും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ജീവൽ ഊർജം അവിടെ പൂർണ്ണമായി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എന്നാൽ ബോധപൂർവം നിശബ്ദത പാലിക്കാൻ ശീലിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ആന്തരിക ഊർജത്തെ നഷ്ടപ്പെടുത്താതെ സ്വന്തം ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടാൻ സാധിക്കും. ഇവിടെയാണ് നിശബ്ദതയുടെ മനഃശാസ്ത്രം അതിന്റെ പൂർണ്ണരൂപത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ വാക്കുകൾ വിഴുങ്ങി നിശബ്ദനായിരിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെയും ആ സാഹചര്യത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ദേഷ്യം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട് സംസാരിക്കുന്ന ഒരാളോട് നമ്മളും അതേ നാണയത്തിൽ തർക്കിക്കാൻ പോയാൽ അവിടുത്തെ തീ കൂടുതൽ ആളിക്കത്തുകയുള്ളൂ. എന്നാൽ നമ്മൾ അടിയുറച്ച ശാന്തതയോടെ നിശബ്ദത പാലിച്ചാൽ മറുഭാഗത്തുള്ള ആളുടെ ദേഷ്യം സാവധാനം തണുക്കാൻ തുടങ്ങും. കാരണം തർക്കിക്കാൻ മറുഭാഗത്ത് ആരുമില്ലെന്ന ക്രൂരമായ യാഥാർത്ഥ്യം അവരുടെ ഈഗോയെ തളർത്തുകയും ദേഷ്യത്തിന്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യും. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, വലിയൊരു ആത്മനിയന്ത്രണമാണ്.
ഈ കഠിനമായ ആത്മനിയന്ത്രണം സ്വന്തമാക്കിയ ഒരു മനുഷ്യന് ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധിയെയും ചതിക്കുഴികളെയും വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പല മനുഷ്യരും നിശബ്ദതയെ ഭയപ്പെടുന്നുണ്ട്. കാരണം അവർ തനിച്ചിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ചിന്തകൾ അവരെ ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങും. കഴിഞ്ഞ കാലത്തുണ്ടായ കൈപേറിയ പരാജയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ആശങ്കകൾ, വിശ്വസിച്ചവർ ചെയ്ത ചതികൾ, ഇവയെല്ലാം മനസ്സിന്റെ സ്ക്രീനിൽ ഓരോന്നായി തെളിഞ്ഞുവരും. ഈ ഭീകരമായ ചിന്തകളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാൻ വേണ്ടിയാണ് പലരും 24 മണിക്കൂറും മൊബൈൽ ഫോണുകളിൽ മുഴുകിയിരിക്കുന്നതും അനാവശ്യമായ ആളുകളെ തെരഞ്ഞുപോകുന്നതും. എന്നാൽ ഇതൊരു താൽക്കാലികമായ രക്ഷപ്പെടൽ മാത്രമാണ്. സ്വന്തം ഉള്ളിലെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരേക്ക് ഓടിയൊളിച്ചാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വിട്ടുപോകില്ല. അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ചിന്തകളെ ഭയന്നോടാതെ അവയെ ധീരമായി അഭിമുഖീകരിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. ഒരു ധ്യാനിയുടെ മനസ്സോടെ നമ്മുടെ ഉള്ളിലെ ചിന്തകളെ വെറുതെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവയുടെ അക്രമ സ്വഭാവവും ശക്തിയും പതുക്കെ കുറയാൻ തുടങ്ങും. ഒരു വിശാലമായ ആകാശത്ത് കരിമേഘങ്ങൾ വന്നു പോകുന്നത് പോലെ മാത്രമാണ് നമ്മുടെ ചിന്തകളും. മേഘങ്ങൾ ഒരിക്കലും ആകാശത്തിന്റെ ഭാഗമല്ല. അവ താൽക്കാലികമായി വരുന്നു, ഒടുവിൽ പെയ്തൊഴിഞ്ഞു പോകുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ വറ്റാതെ നിൽക്കുന്ന നെഗറ്റീവ് ചിന്തകളും സങ്കടങ്ങളും ശാശ്വതമല്ല. അവ വരും, പോകും. നിങ്ങൾ ആകാശത്തെപ്പോലെ അചഞ്ചലമായി വിശാലമായിരിക്കുക. മേഘങ്ങളെപ്പോലെ വരുന്ന ചിന്തകളെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ഈ ഒരു ആത്മജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ ഉദിച്ചുയരുമ്പോൾ മനസ്സനുഭവിക്കുന്നൊരു ശാന്തതയുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര അഗാധമായിരിക്കും. ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ തകർത്ത് കളയുന്നതും ശ്വാസം മുട്ടിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്: മറ്റുള്ളവരിൽ നിന്നേൽക്കുന്ന വഞ്ചന. നമ്മൾ ഒരുപാട് വിശ്വസിച്ചവർ, നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പെരുമാറാതെ വരുമ്പോൾ ഉള്ളിൽ വീഴുന്ന മുറിവ് ചെറുതല്ല. ചോരയൊലിക്കുന്ന ആ മുറിവുമായി നമ്മൾ ജീവനതുല്യം സ്നേഹിച്ചവർ നമ്മെ പാതി വഴിയിൽ തള്ളിപ്പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജീവൻ നൽകി സഹായിച്ചവർ തന്നെ നമുക്കെതിരെ തിരിയുമ്പോൾ അനുഭവപ്പെടുന്ന ആ നരകയാതനയിൽ നിന്ന് പുറത്തുകടക്കാൻ പലർക്കും വർഷങ്ങൾ തന്നെ വേണ്ടിവരാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം തകർന്നു പോകുന്നത്? ആ വ്യക്തി ചെയ്ത തെറ്റാണ് നമ്മുടെ ഈ നരകയാതനയ്ക്ക് കാരണം എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതാണ് ഏറ്റവും വലിയ തെറ്റായ ധാരണ. നിങ്ങളുടെ ഈ കടുത്ത വേദനയുടെ യഥാർത്ഥ കാരണം ആ വ്യക്തിയല്ല, മറിച്ച് ആ വ്യക്തിയോട് നിങ്ങളുടെ മനസ്സ് കാണിച്ച അമിതമായ ഒട്ടിനിൽക്കലാണ്, അഥവാ അന്ധമായ അറ്റാച്ച്മെന്റാണ്. ബുദ്ധൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ക്രൂരമായ സത്യമുണ്ട്: ഈ ഭൂമിയിലെ എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം ഈ അറ്റാച്ച്മെന്റ് അഥവാ അമിതമായ പറ്റിപ്പിടുത്തമാണ്. നമ്മൾ ഒരാളോട് അതിരുകവിഞ്ഞടുക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും മാറില്ലെന്നും പ്രാണൻ പോയാലും അവർ നമ്മുടെ കൂടെയുണ്ടാകുമെന്നും നമ്മൾ സ്വയം സങ്കല്പിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഒരേയൊരു ശാശ്വതമായ സത്യം മാറ്റം മാത്രമാണ്. മനുഷ്യരുടെ മനസ്സും അവരുടെ ചിന്തകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. ഇന്ന് നിങ്ങളെ ജീവനേക്കാൾ കൂടുതൽ പ്രാണനായി സ്നേഹിക്കുന്ന അതേ വ്യക്തി തന്നെ നാളെ ഒരുപക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളായി മാറിയേക്കാം. ഇത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ്. കൈപ്പേറിയ ഈ പ്രകൃതി നിയമത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് തയ്യാറാകാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വേദനയുടെ അഗാധതയിലേക്ക് വീണുപോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഡിറ്റാച്ച്മെന്റ് അഥവാ നിർമ്മമത്വം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയേണ്ടത്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആരെയും സ്നേഹിക്കാതിരിക്കലോ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോകലോ അല്ല. മറിച്ച് ഒരാളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുമ്പോൾ തന്നെ അയാൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാം എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ മുൻകൂട്ടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പക്വതയാർന്ന മാനസികാവസ്ഥയാണത്. ഒരു പക്ഷിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുക. അതിനെ ഒരു ഇരുമ്പുകൂട്ടിലിട്ട് അതിന്റെ ചിറകരിഞ്ഞ് വളർത്തുന്നതാണോ യഥാർത്ഥ സ്നേഹം? അതോ അതിന് ആകാശത്തിന്റെ അനന്തമായ സ്വാതന്ത്ര്യം നൽകി അത് സ്വമേധയാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ മനോഹരമായ നിമിഷത്തെ നെഞ്ചോട് ചേർക്കുന്നതാണോ സ്നേഹം? തീർച്ചയായും ആ രണ്ടാമത് പറഞ്ഞതാണ് ശരിക്കുമുള്ള സ്നേഹം. ഇതേ സ്വാതന്ത്ര്യം മനുഷ്യർക്കും അവരുടെ ജീവിതത്തിലും നൽകുക. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കാടുകയറി ശ്രമിക്കുമ്പോഴാണ് പവിത്രമായ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത്. അവർ നമ്മൾ പറയുന്നത് പോലെ മാത്രമേ ജീവിക്കാവൂ എന്ന് നിർബന്ധം പിടിക്കരുത്. ആരെയും ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നിർബന്ധിച്ച് ചങ്ങലയിട്ട് നിർത്തുന്ന ബന്ധങ്ങളിൽ ഒരിക്കലും സ്നേഹമുണ്ടാകില്ല. അവിടെ വെറും ബാധ്യതയും വെറുപ്പും മാത്രമേ ബാക്കിയുണ്ടാകൂ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ തടയാതെ സന്തോഷത്തോടെ പോകാൻ അനുവദിക്കുക. ഇറങ്ങിപ്പോകുന്നവരുടെ മുന്നിൽ യാചിക്കുന്നതും അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ ആത്മാഭിമാനത്തെയും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തെയും ഒരേപോലെ തല്ലിക്കെടുത്തും. ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു വയ്ക്കുക: നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നവരും അതിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്നവരും നിങ്ങളെ ചില കനത്ത പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം എത്തുന്നവരാണ്. ചിലർ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കും, ചിലർ നിങ്ങളെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരും. എന്നാൽ മറ്റു ചിലരാകട്ടെ ആരെയും കണ്ണുമടച്ച് അമിതമായി വിശ്വസിക്കരുത് എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം നിങ്ങളുടെ നെഞ്ചിൽ പൊള്ളിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരും. അനുഭവങ്ങൾ നല്ലതായാലും ചീത്തയായാലും അവ നമ്മെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ ശക്തരും കരുത്തരുമാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുക.
ഈ ഒരു ആഴത്തിലുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയാൽ പിന്നീട് ആരോടും നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമോ പകയോ ഒടുങ്ങാത്ത പ്രതികാര ചിന്തയോ അവശേഷിക്കില്ല. പകരം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തവും പ്രശാന്തവുമായി മാറും. ഭൂതകാലമെന്ന ചതുപ്പിൽ പൂണ്ടുപോയവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ആ പണ്ടെന്നോ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ചങ്ങലക്കെട്ടുകളാണ് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും അശാന്തമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എനിക്കത് സംഭവിക്കരുതായിരുന്നു, അന്ന് ഞാൻ ആ ഒരു തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് മറ്റൊന്നാകുമായിരുന്നു എന്നോർത്ത് നിങ്ങളെ തന്നെ ഓരോ ദിവസവും ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. പക്ഷേ സ്വയം ചോദിച്ചു നോക്കൂ, കഴിഞ്ഞുപോയ ആ പഴയ കാര്യങ്ങളെ ചൊല്ലി ഇന്ന് നിങ്ങൾ എത്രയൊക്കെ നെഞ്ചുപൊട്ടിക്കരഞ്ഞാലും സങ്കടപ്പെട്ടാലും നിങ്ങളുടെ ഇന്നത്തെ ഈ ദിവസത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെ തിരുത്തി എഴുതാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ പണ്ടൊരു മഹദ്വചനം പറഞ്ഞത്, നിങ്ങൾ ഭൂതകാലത്തിൽ ജീവിക്കരുത്, ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട് വ്യാകുലപ്പെടുകയുമരുത്. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ മാത്രം തളച്ചിടുക. ഇതിനെയാണ് നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കുക അഥവാ മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ശ്വസിക്കാനും ജീവിക്കാനും പ്രകൃതി തന്നിട്ടുള്ള ഒരേയൊരു നിമിഷം ഈ മുന്നിലുള്ളത് മാത്രമാണ്. കഴിഞ്ഞുപോയത് വെറുമൊരു നിഴൽ മാത്രമാണ്, വരാനിരിക്കുന്നത് വെറുമൊരു സങ്കല്പവും. എന്നാൽ ഈ രണ്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവനോടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട വർത്തമാനകാലത്തെയാണ് ദിവസേന കൊന്നുതള്ളുന്നത്. നിങ്ങളിപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഈ ഒരൊറ്റ നിമിഷം മാത്രമാണ് പ്രപഞ്ചത്തിലെ ഏക യാഥാർത്ഥ്യം. ഈ ഒരു നിമിഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായി കൊണ്ടുവരാൻ പഠിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ഭയവും സങ്കടങ്ങളും പതുക്കെ പതുക്കെ അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്കറിയാം. അതിനായി ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ സ്വന്തം ശ്വാസത്തിലേക്ക് മാത്രം കണ്ണു തുറക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും തികച്ചും ശാന്തമായി നിരീക്ഷിക്കുക. ഈ ഒരു ലളിതമായ ശീലം നിങ്ങളെ ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും. പലർക്കും തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം അവർ എപ്പോഴും എന്തിൻ്റെയൊക്കെയോ പിന്നാലെ അന്ധമായി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. പണം, പദവി, വിജയം, മറ്റുള്ളവരുടെ കയ്യടി, അങ്ങനെ ആ ഭ്രാന്തനോട്ടത്തിന് അതിരുകളില്ല. ഈ നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം മനസ്സിന്റെ വിലാപം കേൾക്കാൻ അവർ മറന്നുപോകുന്നു. ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ രാജകൊട്ടാരത്തിൽ ജീവിച്ചാലും ആ ജീവിതം ഒരു നരകമായിരിക്കും. എന്നാൽ ഒരു കൊച്ചു കുടിലിലാണെങ്കിൽ പോലും ഉള്ളിൽ ശാന്തതയുണ്ടെങ്കിൽ അതൊരു സ്വർഗമായി മാറും. അതുകൊണ്ട് പുറമേയുള്ള വലിയ വിജയങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുക. ജീവിതം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അത്ര സുഗമമായി മുന്നോട്ട് പോകണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ ആ സാഹചര്യത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ പഠിക്കുക. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വേണം ചിന്തിക്കാൻ. അതിനു പകരം എന്തുകൊണ്ട് ഇത് എനിക്ക് മാത്രം സംഭവിച്ചു എന്ന് ചോദിച്ച് ദൈവത്തെയോ വിധിയെയോ കുറ്റപ്പെടുത്തി കരയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നിടത്ത് നിന്ന് മാത്രമേ ജീവിതത്തിൽ പുതിയൊരു മാറ്റം സാധ്യമാകൂ. നമ്മൾ മനുഷ്യർ സ്വയം കുഴിക്കുന്ന ഏറ്റവും ആഴമേറിയ ഒരു ചതിക്കുഴിയുണ്ട്: മറ്റുള്ളവരുമായുള്ള താരതമ്യം. സോഷ്യൽ മീഡിയയുടെ ഈ വഞ്ചനാപരമായ കാലഘട്ടത്തിൽ സ്ക്രീനുകളിൽ മിന്നിമറയുന്ന മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് നമ്മുടെ സ്വന്തം ജീവിതം എത്ര ശൂന്യമാണെന്ന് നമ്മൾ സ്വയം വിധി എഴുതുന്നു. അവർ പുതിയ വാഹനം വാങ്ങി, അവർ മനോഹരമായ ഇടങ്ങളിലേക്ക് യാത്രകൾ പോകുന്നു, അവർക്ക് വലിയ ഉദ്യോഗമുണ്ട് എന്നൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം അപകർഷതാബോധവും വിഷാദവും വളർത്തിയെടുക്കുകയാണ്. എന്നാൽ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ വെറും അണിയറ ദൃശ്യങ്ങൾ മാത്രമാണെന്ന സത്യം എന്തുകൊണ്ട് നമ്മൾ മറന്നുപോകുന്നു? പുറമെ പൊട്ടിച്ചിരിച്ച് കാണിക്കുന്ന പല മനുഷ്യരുടെയും ഉള്ളിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത്ര വലിയ സങ്കടങ്ങളും കണ്ണീരും ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഓരോ മനുഷ്യനും ഇവിടെ എത്തിയിരിക്കുന്നത് തികച്ചും തനതായ ഒരു നിയോഗത്തോടെയാണ്. പ്രകൃതിയിലെ എല്ലാ പൂക്കളും ഒരുപോലെയല്ല വിരിയുന്നത്. റോസാപ്പൂവിന് അതിൻ്റേതായ ഭംഗിയുണ്ട്, താമരപ്പൂവിന് അതിൻ്റേതായ വശ്യതയുമുണ്ട്. ഒരു റോസാപ്പൂവ് താമരയാകാൻ ശ്രമിച്ചാൽ അതിലും വലിയൊരു പരാജയം വേറെയുണ്ടാകില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും. നിങ്ങളായിരിക്കുക എന്നത് മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊരാളുടെ നിഴലാകാൻ നമ്മൾ എപ്പോൾ ശ്രമിക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ തനതായ വ്യക്തിത്വത്തെയും ഉള്ളിലെ സമാധാനത്തെയുമാണ് നമ്മൾ കൊന്നുതള്ളുന്നത്. നിങ്ങളുടെ ജീവിതയാത്ര ഈ ഭൂമിയിൽ മറ്റാരുടേതുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്തത്ര സവിശേഷവും അതിമനോഹരവുമായ ഒന്നാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ തന്റെ ശിഷ്യന്മാരെ എപ്പോഴും അപ്പോ ദീപോഭവ അഥവാ നിങ്ങൾക്ക് തന്നെ വെളിച്ചമാവുക എന്നുപദേശിച്ചിരുന്നത്. മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ അന്ധമായി നടക്കാതെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തി അതിലൂടെ ധീരമായി മുന്നോട്ട് സഞ്ചരിക്കുക. നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഈ ലോകത്ത് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല നമ്മൾ ജനിച്ചത്, മറിച്ച് ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ച ഒരു വ്യക്തിയായി ഇന്ന് സ്വയം മാറാൻ വേണ്ടിയാണ്. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോടുള്ള അസൂയയും മത്സരബുദ്ധിയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടും. നമ്മുടെ ഉള്ളിലെ ശാന്തതയെ തല്ലിക്കെടുത്തുന്ന മറ്റൊരു പ്രധാന വില്ലൻ
നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല, എന്നാൽ ആ ആഗ്രഹങ്ങൾ നിങ്ങളെ ഭരിക്കുന്ന അടിമകളാക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ഇല്ലെങ്കിലും ഞാൻ ഉള്ളിൽ സന്തോഷമായിരിക്കും എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ എടുക്കുക. ഈയൊരു മാനസികാവസ്ഥ നിങ്ങളെ എത്തിക്കുന്നത് അതിരുകളില്ലാത്ത വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കും. കാരണം ഭയമില്ലായ്മയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ, ഒന്നിനെയും ഭയമില്ലാത്തവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാമെന്ന്. എന്നാൽ അത് ഒരിക്കലും നടക്കാത്ത ഒരു മരീചിക മാത്രമാണ്. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും നിങ്ങളെ കുറ്റപ്പെടുത്താനും കല്ലെറിയാനും ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ചുറ്റുമുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ താൽക്കാലിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തത്വങ്ങളും നിങ്ങളുടെ ആത്മശാന്തിയും ഒരിക്കലും പണയം വെക്കരുത്. നിങ്ങളുടെ മനസാക്ഷിയോട് മാത്രം പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവരുടെ ചിന്താഗതിയുടെ മാത്രം വൈകല്യമാണ് എന്ന് മനസ്സിലാക്കി പുഞ്ചിരിയോടെ മുന്നോട്ടു പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും ഉദാത്തവും എന്നാൽ അത്രമേൽ കഠിനവുമായ ഒരു ആയുധമാണ് ക്ഷമ. നമ്മെ ചതിച്ചവരോടും നെഞ്ചകം പിളർന്ന് വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ക്ഷമിക്കുക എന്നാൽ അവരോട് വീണ്ടും ചെന്ന് കൂട്ടുകൂടുകയോ അവർ ചെയ്ത ദ്രോഹത്തെ ന്യായീകരിക്കുകയോ ആണെന്നാണ്. എന്നാൽ മനഃശാസ്ത്രത്തിന്റെ ആഴങ്ങളിൽ ക്ഷമ എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു ഭിക്ഷയല്ല, മറിച്ച് അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ്. നിങ്ങളോട് തെറ്റ് ചെയ്തവനോടുള്ള ദേഷ്യവും പകയും പ്രതികാരചിന്തയും ഉള്ളിൽ ചുമന്നു നടക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ തിളച്ചുമറിയുന്ന ഒരു കനൽക്കട്ടയാണ് കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ കനൽ വെന്തുപൊള്ളിക്കുന്നത് നിങ്ങളെ തകർത്തവനെയല്ല, നിങ്ങളുടെ സ്വന്തം ഹൃദയത്തെയും ജീവിതത്തെയുമാണ്. ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഈ വിദ്വേഷം നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ശാരീരികക്ഷമതയെയും ഒരേപോലെ കാർന്നു തിന്നുന്ന ഒരു മാരകവിഷമാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് ഊർജ്ജത്തെയും ജീവസുറ്റ ചിന്തകളെയും പൂർണ്ണമായി കരിച്ചുകളയും. എന്നാൽ ബോധപൂർവം ആ വ്യക്തിയോടുള്ളുകൊണ്ട് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന ആ നിമിഷം നിങ്ങളെ തളച്ചിട്ട ആ കറുത്ത ഓർമ്മകളിൽ നിന്നും ആ വ്യക്തിയുടെ സ്വാധീനത്തിൽ നിന്നും നിങ്ങൾ എന്നേക്കുമായി മോചിതനാകുകയാണ്. അവർ ചെയ്ത ക്രൂരതകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളുടെ വൈകല്യം കൊണ്ടോ സംഭവിച്ചതാണെന്ന് കരുതി അതിനെ അങ്ങ് വിട്ടുകളയുക. ഇതിനെയാണ് വിട്ടൊഴിയുമ്പോൾ ഉണ്ടാകുന്ന പരമമായ ശാന്തത എന്ന് പറയുന്നത്. ഉള്ളിലെ ആ ഭാരം ഇറക്കി വെക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആശ്വാസം ഈ പ്രപഞ്ചത്തോളം വലുതാണ്. ബുദ്ധന്റെ ജീവിതത്തിൽ അങ്കുലിമാലൻ എന്ന ക്രൂരനായ കൊള്ളക്കാരന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അനേകം മനുഷ്യരുടെ ജീവനെടുത്ത് ചോരപ്പുഴയൊഴുക്കിയ അങ്കുലിമാലൻ ബുദ്ധനെ ഇല്ലാതാക്കാൻ വാളൂരി വന്നപ്പോൾ ബുദ്ധന്റെ മുഖത്തുണ്ടായിരുന്ന ആ അമാനുഷികമായ ശാന്തതയ്ക്കും കരുണ നിറഞ്ഞ സ്നേഹത്തിനും മുന്നിൽ അവന്റെ ഉള്ളിലെ വന്യത അലിഞ്ഞു പോവുകയായിരുന്നു. ബുദ്ധൻ അവനെ തിരിച്ച് ആയുധം കൊണ്ട് നേരിടുകയോ ശിക്ഷിക്കുകയോ അല്ല ചെയ്തത്, മറിച്ച് അവന്റെ ഉള്ളിലെ തെറ്റുകളെ ബോധ്യപ്പെടുത്തിക്കൊടുത്ത് അവന് പൂർണ്ണമായി ക്ഷമ നൽകുകയാണ് ചെയ്തത്. ആത്മാർത്ഥമായ സ്നേഹത്തിനും ക്ഷമയ്ക്കും മുന്നിൽ മുട്ടുമടക്കാത്തതായി ഈ ലോകത്ത് ഒന്നുപോലുമില്ല. നമ്മുടെ ഉള്ളിലും പ്രതിസന്ധികളെ നേരിടാൻ ആ ഒരു കാരുണ്യത്തിന്റെ കരുത്തുണ്ടാക്കിയെടുക്കാൻ നമ്മൾ നിരന്തരം ശ്രമിക്കണം. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വലിയ സങ്കടങ്ങളും നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യനെ പാകപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. കളിമണ്ണ് ചവിട്ടിമെതിക്കപ്പെടുമ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ ഒരു മൺപാത്രം രൂപപ്പെടുന്നത്. തങ്കം കനൽച്ചൂളയിൽ കിടന്ന് ഉരുകുമ്പോഴാണ് അതിന് മാറ്റും തിളക്കവും കൂടുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ശക്തിയെയും ആത്മവിശ്വാസത്തെയും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് കഠിനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഭയന്നു പോകാതെ ഇതെല്ലാം താൽക്കാലികമായ പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ കറുത്ത ഇരുണ്ട കാലവും കടന്നുപോകും എന്ന ഒരൊറ്റ ചിന്ത നിങ്ങളുടെ മനസ്സിന് പ്രക്ഷുബ്ധമായ കടലിലെ ലൈറ്റ് ഹൗസ് പോലെ വലിയൊരു ആശ്വാസം നൽകും. ഈ ജീവിതത്തെ കേവലം ഒരു സാക്ഷിയെപ്പോലെ ദൂരേക്ക് മാറി നിന്ന് നോക്കിക്കാണാൻ പഠിക്കുക. നമ്മൾ തിയേറ്ററിലിരുന്ന് ഒരു സിനിമ കാണുമ്പോൾ അതിലെ നായകന് സങ്കടം വരുമ്പോൾ നമ്മുടെ കണ്ണുകളും നിറയാറുണ്ട്. എങ്കിലും അത് വെറുമൊരു സിനിമ മാത്രമാണെന്ന ബോധം നമ്മുടെ ഉള്ളിൽ എവിടെയോ എപ്പോഴും ഉണ്ടാകും. അതുപോലെ ഈ ജീവിതമാകുന്ന വലിയ നാടകവേദിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വേഷം നിങ്ങൾ പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ ഭംഗിയായി അഭിനയിച്ചു തീർക്കുക. എന്നാൽ അതിലുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളിലും താൽക്കാലിക വിജയപരാജയങ്ങളിലും അമിതമായി അഹങ്കരിക്കുകയോ നെഞ്ചുപൊട്ടി സങ്കടപ്പെടുകയോ ചെയ്യാതിരിക്കുക. വൈകാരികമായ ഈ ഒരു നിസ്സംഗത അല്ലെങ്കിൽ വിരക്തി നിങ്ങളെ ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കും. നമ്മുടെ ഈ നീണ്ട ആത്മീയ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച ആഴമേറിയ സത്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചുവിട്ടു നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമാധാനം എന്നത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്?
അതൊരിക്കലും പുറമേയുള്ള ആഡംബരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യരിലോ അല്ല. അത് നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ ആഴങ്ങളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ പ്രക്ഷുബ്ധമാകാത്ത ശാന്തമായ ഒരു തടാകം പോലെയാകാൻ ശ്രമിക്കുക. അതിലേക്ക് ആരെങ്കിലും കല്ലുകൾ എറിഞ്ഞാൽ പോലും അത് കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും ഓളങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ആഘാതം കഴിയുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ ശാന്തമാകും. അതുപോലെ ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധികൾ നിങ്ങളുടെ മനസ്സിനെ താൽക്കാലികമായി ഇളക്കിമറിച്ചാലും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമായ ആ പരമമായ ശാന്തതയിലേക്ക് എത്രയും വേഗം തിരികെ വരാൻ നിങ്ങൾക്ക് കഴിയണം. അനാവശ്യ ചിന്തകളുടെ വലിയൊരു കെണിയിൽ നിന്ന് പുറത്തു കടക്കാനും അമിതമായ വൈകാരിക ബന്ധങ്ങളുടെ വേദനകളിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടാനും നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് നമ്മളെത്തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നതാണ്. സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല. സ്വന്തം മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ബഹുമാനിക്കാത്തൊരു മനുഷ്യന് മറ്റുള്ളവരെയും യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങളുടെ പരിമിതികളോടെ, നിങ്ങളുടെ എല്ലാ പരാജയങ്ങളുടെ കറകളോടെ നിങ്ങളെ പൂർണ്ണമായി നെഞ്ചോട് ചേർക്കുക. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്. നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തി ഈ ലോകത്ത് എവിടെയും ഇല്ല. അതുകൊണ്ട് നിങ്ങളെ തന്നെ മറ്റാരുടെയും മുന്നിൽ വില കുറച്ച് കാണരുത്. രാത്രികളിൽ കിടക്കയിലേക്ക് ചെറുതായി ചാരുമ്പോൾ കഴിഞ്ഞുപോയ ദിവസത്തെ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് കണ്ണീരൊഴുക്കാതെ നിങ്ങൾക്ക് ജീവിതം തന്ന നല്ല കാര്യങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക. കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തിൽ ഒരിക്കലും നെഗറ്റീവ് ചിന്തകളുടെ കറുത്ത നിഴലുകൾക്ക് സ്ഥാനമുണ്ടാകില്ല. പ്രകൃതിയിൽ നിന്ന് ഈ നിമിഷം ഒരു ചെറിയ ശ്വാസമെടുക്കാൻ കഴിയുന്നത് പോലും എത്ര വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുക. ജീവിതം വളരെ ചെറുതാണ്. അനാവശ്യമായ ദേഷ്യത്തിനും പകയ്ക്കും ഭ്രാന്തമായ ചിന്തകൾക്കും വേണ്ടി കളയാൻ നമുക്കിവിടെ ഒട്ടും സമയമില്ല. ഉള്ള സമയം സന്തോഷത്തോടെയും ശാന്തതയോടെയും അന്തസ്സായി ജീവിച്ചു തീർക്കുക. ബുദ്ധന്റെ ആഴമേറിയ ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഭീരുക്കളെപ്പോലെ ഓടിയൊളിക്കാനല്ല, മറിച്ച് ജീവിതത്തെ അതിന്റെ പൂർണ്ണമായ അവബോധത്തോടെ ധീരമായി നേരിടാനാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ വിവേകം അല്ലെങ്കിൽ ബോധമുണരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ആകെ മാറിമറിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ പണ്ട് വേദനിപ്പിച്ച കാര്യങ്ങളും ചതിച്ച മനുഷ്യരും ഇന്ന് നിങ്ങളെ ഒട്ടും ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരും. ആ ഒരു മാനസിക സ്വാതന്ത്ര്യമാണ് ഈ ചുരുങ്ങിയ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാമ്രാജ്യം. ഇനി ഈ വീഡിയോ അവസാനിച്ചതിന് ശേഷം കുറച്ച് സമയം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് തികച്ചും ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ സ്വന്തം ഉള്ളിലേക്കൊന്ന് നോക്കുക. അവിടെ ഒരു വലിയ നിശബ്ദത നിങ്ങളെയും കാത്തിരിപ്പുണ്ടാകും. ആ നിശബ്ദതയിലാണ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു അവാച്യമായ ശാന്തത നിങ്ങളുടെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഓർക്കുക, സമാധാനം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്ര നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ആ പരമമായ ശാന്തതയ്ക്ക് എൻ്റെ പ്രണാമം.